ഹലോ, ഓവനും ബീറ്ററും എഗ്ഗും ഒന്നുമില്ലാതെ നമുക്കിന്നൊരു കേക്ക് ഉണ്ടാക്കി നോക്കാം. ഹണി കേക്ക്. അടികട്ടിയുള്ളൊരു പാത്രം എടുത്ത് അതിനകത്തൊരു തട്ട് വെച്ച് അടച്ച് ലോ ഫ്ലെയിമിൽ അടുപ്പിൽ വയ്ക്കുക. പിന്നീട് ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂണിലും കുറവ് ഉപ്പ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായി അരിച്ചെടുത്ത് മാറ്റി വയ്ക്കുക. പിന്നീടൊരു പാത്രത്തിലേക്ക് 1/2 കപ്പ് പുളിയില്ലാത്ത തൈര്, 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര രണ്ടും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് 1/2 കപ്പിലും താഴെ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ, എള്ളെണ്ണ പോലെ വാസനയുള്ള ഓയിലൊന്നും ചേർക്കരുത്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതൊഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് 1 ടീസ്പൂൺ എസൻസ്, ഇവിടെ വാനില എസൻസ് ആണ് ചേർത്തിരിക്കുന്നത്. നമ്മുടെ ഫ്ലേവറിനനുസരിച്ചുള്ള എസൻസ് കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഈ മിക്സിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരുന്ന മാവ് കുറേശ്ശെയായി ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കുക. ഇത് മിക്സായി വരുമ്പോൾ കുറച്ച് കട്ടി കൺസിസ്റ്റൻസി ആയിരിക്കും. നമുക്ക് കേക്കിന് വേണ്ടതൊരു റിബൺ കൺസിസ്റ്റൻസിയാണ്. ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് കൊണ്ടുവരാനായി ചെറു ചൂടുള്ള പാൽ കുറേശ്ശെയായി ചേർത്ത് ഇളക്കി റിബൺ കൺസിസ്റ്റൻസിയിലേക്ക് എത്തിക്കുക. ഒരുപാടിട്ട് ഇളക്കരുത്, കേക്ക് കട്ടിയാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നമുക്ക് ആവശ്യാനുസരണം പാൽ ചേർത്ത് ഇളക്കി റിബൺ കൺസിസ്റ്റൻസിയിൽ എത്തിക്കുക. പിന്നീട് കേക്ക് ടിന്നെടുത്ത് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അതിടാം, ഇല്ലെങ്കിൽ എണ്ണയോ നെയ്യോ തടവി കുറച്ച് മൈദയും കൂടെ ഇട്ടൊന്ന് തട്ടിക്കൊടുക്കുക. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഒഴിച്ചു കൊടുക്കുക. മാവ് എല്ലാ കോർണറിലേക്കും ഈവനായിട്ട് എത്താൻ ശ്രദ്ധിക്കുക. മാവ് ഒഴിച്ച് എയർ ബബിൾസ് പോവാനായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കടായിലേക്ക് ഈ കേക്ക് ടിൻ ഇറക്കി വയ്ക്കുക, അടച്ച് വയ്ക്കുക. ഒരു 45 മിനിറ്റ്സ്, ഇടയ്ക്ക് തുറന്നൊന്നും നോക്കരുത്. 45 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിലിട്ട് വെച്ച് കഴിഞ്ഞ് തുറന്ന് ഒരു കമ്പിയോ ടൂത്ത് പിക്കോ എന്തെങ്കിലും ഇട്ട് ചെറുതായിട്ടൊന്ന് കുത്തി നോക്കുക. അപ്പോൾ ആയിട്ടുണ്ട് എങ്കിൽ സ്റ്റിക്കി ആകാതെ നമുക്ക് ആ കമ്പി കിട്ടും. അങ്ങനെ കേക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കേക്കിലേക്ക് കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കുക. ഈ ഹോൾസ് ഇട്ടതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഹണി ഷുഗർ സിറപ്പ് കേക്കിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം, ജസ്റ്റ് ഒന്ന് സോക്കായി വരാനായിട്ട്. ഒരുപാട് ഒഴിക്കരുത്. പിന്നീട് നമുക്ക് വേണ്ട ഫ്ലേവറിലുള്ളൊരു ജാം ഉരുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ മെൽറ്റ് ചെയ്തെടുത്ത ജാമും കൂടെ ഈ കേക്കിന് പുറത്തേക്ക് തടവി കൊടുക്കുക. അത് നല്ലോണം സ്പ്രെഡ് ചെയ്ത് കഴിയുമ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടെ കേക്കിന് മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത്രയുമായി കഴിയുമ്പോൾ നമ്മുടെ ഈസി ടേസ്റ്റി ഹണി കേക്ക്